الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد ബാബു സൗം നോമ്പിനെ കുറിച്ചാണ് പറയാനുള്ളത്. നമുക്കറിയാം ഫതുൽ മുഈനിൽ അതുപോലെ എല്ലാ ഫിഖ് കിതാബുകളിലും ആദ്യം ഇബാദാത്താണ് ചർച്ച ചെയ്യപ്പെടാറുള്ളത്. ആ ഇബാദത്തിൽ തന്നെ ഇസ്ലാം കാര്യങ്ങൾ 5 നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതിൽ രണ്ടാമതായി വരുന്ന നിസ്കാരം ആദ്യം ചർച്ച ചെയ്തു. മൂന്നാമതായി വരുന്ന സക്കാത്ത് രണ്ടാമതായി പിന്നെ ചർച്ച ചെയ്തു. അതിനുശേഷം ഇസ്ലാം കാര്യങ്ങളിൽ 4-മതായി വരുന്ന സൗമിനെ കുറിച്ചാണ് ഇബാദത്തിൻ്റെ ഭാഗത്തിലുള്ള 3-മത്തെ ചർച്ച ഫതുൽ മുഈനിൽ കടന്നു വരുന്നത്. ബാബു സൗമ്, ഇത് സൗമിനെ കുറിച്ച് പറയുന്ന ബാബാണ്. മത്തിന് മാത്രം വായിച്ചു നോക്കിയാൽ യജിബു നിർബന്ധമാകും സൗമു റമദാന, റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കൽ നിർബന്ധമാകും. ഇനി അതിൻ്റെ ശർഹിലേക്ക് കടക്കാം. യജിബു നിർബന്ധമാകും സൗമു ശഹരി റമദാന, റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കൽ നിർബന്ധമാകും. ഇജ്മാഅൻ, അതായത് ബിൽ ഇജ്മായി എന്നർത്ഥം. ഇജ്മാഅ കൊണ്ട് സുബൂത്തായ കാര്യമാണ് റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് എന്നുള്ളത്. എങ്ങനെയാണ് റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാകുന്നത്? 2-3 കാര്യങ്ങൾ സാരി പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാകണമെങ്കിൽ ബി കമാലി ഷഅബാന, ഷഅബാൻ മാസം പൂർത്തിയാകണം. 30 യൗമൻ, 30 ദിവസമായിട്ട്, 30 ദിവസമായ സ്ഥിതിയിൽ ഷഅബാൻ മാസം പൂർത്തിയാകുമ്പോഴാണ് റമദാനിൽ നോമ്പ് നിർബന്ധമാകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഷഅബാൻ 30 പൂർത്തിയായിട്ടില്ലെങ്കിൽ ഔ റുഅയത്തി അദിലിൻ വാഹിദിൻ, ഒരു നീതിമാനായ മനുഷ്യൻ കാണൽ കൊണ്ട് റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാകും. ഔ റുഅയത്തി എന്നുള്ളത് കമാലി എന്നതിൻ്റെ മേലിൽ അത്ഫ്. അപ്പോൾ യജിബു സൗമു റമദാന, റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാകും. ബി റുഅയത്തി അദിലിൻ വാഹിദിൻ, ഒരു അദിൽ കാണൽ കൊണ്ട്. ശേഷം പറയുന്നുണ്ട് ഹിലാലഹു, റമദാൻ മാസത്തിൻ്റെ ചന്ദ്രപ്പിറവി ഒരു അദിലായ മനുഷ്യൻ കാണൽ കൊണ്ട്. ഇവിടെ ഒരു അദിലായ മനുഷ്യൻ റമദാൻ മാസത്തിൻ്റെ ചന്ദ്രപ്പിറവി കാണുന്നതിന് കണ്ടാൽ മാത്രം നോമ്പ് നിർബന്ധമാകൂല. അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. അതാണ് പറഞ്ഞാൽ കാണുന്ന ആൾ അദിലാവണം എന്ന് ചാരീൻ്റെ വിഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. വാഹിദിൻ, അത് ഒരാളായാലും മതി. നമ്മൾ സിനയുടെയൊക്കെ ഷഹാദത്തിൽ 4 ആൾ വേണമെന്ന് പറയാറുണ്ട്. അതുപോലെ നിക്കാഹിന് ഷാഹിദായി നിൽക്കുമ്പോൾ അവിടെ 2 ആൾ ആവശ്യമാണ്. എന്നാൽ റമദാൻ മാസം സുബൂത്താകണമെങ്കിൽ ഇത് ഖാദിൻ്റെ അടുക്കൽ സുബൂത്താകാനുള്ള കൈതാണ് പറഞ്ഞത്. ഒരു അദിലായ മനുഷ്യൻ കണ്ടുകൊണ്ട് ഖാദിയുടെ അടുത്ത് ഞാൻ റമദാൻ മാസത്തിൻ്റെ ചന്ദ്രപ്പിറവി കണ്ടു എന്ന് സാക്ഷി നിന്നാൽ റമദാൻ മാസം അത് ഖാദി ഹുക്കുമ സുബൂത്താക്കലോടുകൂടെ റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാകും. വലോ മസ്തൂറൻ, ആ അദില് മസ്തൂറുൽ അദാലത്തായ ആളാണെങ്കിലും ശരി. മസ്തൂറുൽ അദാലത്താണ് ആളെന്ന് പറഞ്ഞാൽ അതായത് സാധാരണഗതിയിലും ആദിലീങ്ങളും അല്ലാത്തവരുമായ ആളുകളുടെ കൂടെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരാളാണ് അയാൾ നീതിമാനാണോ അല്ലേ എന്നുള്ളത്, നീതിമാനല്ല എന്നുള്ളത് സുബൂത്തായിട്ടില്ല. അങ്ങനെ മസ്തൂറുൽ അദാലത്തായ ആളാണെങ്കിലും മതി. എന്നാൽ മസ്തൂറുൽ ഇസ്ലാം ആണെങ്കിൽ പറ്റൂല. ഒരാൾ മുസ്ലിമീങ്ങളും കാഫിര്യങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു നാട്ടിൽ താമസിക്കുന്ന ആളാണ്, പക്ഷെ അയാൾ മുസ്ലിമാണ് എന്നുള്ളത് സുബൂത്തായിട്ടില്ലെങ്കിൽ അയാളെ ഷഹാദത്ത് സ്വീകരിക്കൂല. എന്നാൽ മസ്തൂറുൽ അദാലത്താണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ റുഅയത്തി അദിലിൻ വാഹിദിൻ, അല്ലെങ്കിൽ ഒരു ആദിലായ മനുഷ്യൻ കാണൽ കൊണ്ട് റമദാൻ നോമ്പ് നിർബന്ധമാകും
എന്ത് കാണൽ കൊണ്ട്? മഫൂല് വരുന്നു ഹിലാലഹു, റമദാൻ മാസത്തിൻ്റെ ചന്ദ്രപ്പിറവി കാണൽ കൊണ്ട്. അതും ബഅദൽ ഖുറൂബി, അസ്തമാനത്തിനു ശേഷം കാണണം. നമ്മളൊക്കെ മഗ്‌രിബിൻ്റെ അല്പം മുമ്പ് മാനത്തേക്ക് നോക്കിയാൽ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയും. എന്നാൽ മഗ്‌രിബിൻ്റെ മുമ്പ് ചന്ദ്രനെ കണ്ടതുകൊണ്ട് അത് റമദാൻ മാസം സുബൂത്താകാനുള്ള ഹിലാല് കണ്ടു എന്ന ഗണത്തിൽ അതിനെ പരിഗണിക്കാൻ പറ്റുകയില്ല. ഖുറൂബിൻ്റെ ശേഷം കാണുന്ന ഹിലാല് കൊണ്ട് റമദാൻ മാസം സുബൂത്താവുകയുള്ളൂ. ആ അതിൽ കണ്ടാൽ മാത്രം പോരാ, പിന്നെ എന്തു വേണം? ഇതാ ഷഹീദ, ആ അതിൽ ആ റുയത്തുൽ ഹിലാല് കൊണ്ട്, ഇതാ ഷഹീദ ബിഹ, ആ റുയത്തുൽ ഹിലാല് കൊണ്ട് ആ അതിൽ സാക്ഷി പറയണം. എന്തൽ ഖാദി, ഖാദിയുടെ അടുക്കൽ സാക്ഷി പറയണം. വലൗമായ തുബാഖി ഖൈമിൻ, അത് മേഘം മൂടിയതോടുകൂടെയാണെങ്കിലും ശരി. ഈ വലൗമായ തുബാഖി എന്നുള്ളത് കോയത്താണല്ലോ. അപ്പോൾ എന്തിൻ്റെ കോയത്താണ്? അവിടെ യാനത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. വലവുമായ തുബാഖി ഖൈമിൻ എന്നുള്ളത് ഒരു മുഖദ്ദറായ ഒരു ജുംലക്കുള്ള കോയത്താക്കിയാൽ മതി. അതായത് യസ്ബുത്തു സൗമു റമദാന, അല്ലെങ്കിൽ യസ്ബുത്തു സെഹ്റു റമദാൻ, റമദാൻ മാസം സുബൂത്താകും ഇന്ദൽ ഖാദി, ഖാദിയുടെ അടുക്കൽ. ഇതാ ഷഹീദ അദുലുൻ വാഹിദുൻ, ഒരു ആദിലായ മനുഷ്യൻ റമദാൻ മാസത്തിൻ്റെ ചന്ദ്രപ്പിറവി കണ്ടു എന്ന് ഖാദിൻ്റെ അടുക്കൽ സാക്ഷി പറഞ്ഞാൽ, അവിടെ മായ തുബാഖി ഖൈമിൻ, ആകാശത്തേക്ക് നോക്കുമ്പോൾ അവിടെ മേഘം മൂടിക്കിടക്കുന്നുണ്ട്. എന്നാലും എന്താ ചെയ്യാം? ഈ മനുഷ്യൻ പറഞ്ഞ ഷഹാദത്തിനെ സ്വീകരിക്കാൻ പറ്റും. അവിടെ തന്നെ ഒരു പരിഗണനീയമായൊരു കാര്യമുണ്ട്. ഈ തുബാഖുൽ ഖൈമ് സാധാരണഗതിയിൽ അങ്ങനെ ഒരു മേഘം മൂടുന്ന അവസരത്തിൽ ചന്ദ്രപ്പിറവി കാണൽ മുഹാലാണെങ്കിൽ ഈ തുബാഖ് ഖൈമ് പരിഗണിക്കാൻ പറ്റൂല. എന്നാൽ തുബാഖ് ഖൈമൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനത്തെ അവസരത്തിൽ നമുക്ക് ചന്ദ്രപ്പിറവി കാണാൻ പറ്റുന്ന ചില ഘട്ടങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തുബാഖ് ഖൈമ് പറ്റുകയുള്ളൂ എന്നത് പ്രത്യേകം പരിഗണിക്കേണ്ട കാര്യമാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ വലവ് മസ്തൂറൻ, ആ മസ്തൂറൻ എന്നുള്ളത് കളയപ്പെട്ട കാനയുടെ ഖബറാണ്. വലവ് കാന, ആ അദുൽ വാഹിദാണെങ്കിലും ശരി മസ്തൂറൻ എന്നാണ്. ഇനി അദുൽ വാഹിദ് കാണൽ, സാക്ഷി നിൽക്കൽ, റുയത്തി അദുൽ വാഹിദിൻ ഇദാ ഷഹീദ ബിഹാ ഇന്ദൽ ഖാദി, എങ്ങനെയാണ് അവൻ ഷഹാദത്ത് ചെയ്യേണ്ടത് ഖാദിയുടെ അടുക്കൽ? ബിലഫ്ലി അഷ്ഹദു അന്നി റഅയ്തുൽ ഹിലാല എന്ന ലഫ്ള് കൊണ്ടാണ് അവൻ ഖാദിയുടെ അടുക്കൽ സാക്ഷി നിൽക്കേണ്ടത്. അഷ്ഹദു, ഞാൻ സാക്ഷി പറയുന്നു, അന്നി തീർച്ചയായിട്ടും ഞാൻ, റഅയ്തുൽ ഹിലാല റമദാൻ മാസത്തിൻ്റെ ചന്ദ്രപ്പിറവി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന വിഷയത്തിൽ ഞാൻ സാക്ഷി പറയുന്നു എന്ന ലഫ്ള് കൊണ്ട് തന്നെ പറയണം. അല്ലെങ്കിൽ പിന്നാവു അന്നഹു അല്ല, അത് അന്നി റഅയ്തുൽ ഹിലാല എന്ന അവിടേക്ക് അത്ഫാണ്. അപ്പോൾ അഷ്ഹദു ഞാൻ സാക്ഷി പറയുന്നു, അന്നഹു തീർച്ചയായിട്ടും ഈ റമദാൻ മാസം ഹല്ല അത് പിറന്നിട്ടുണ്ട്, റമദാൻ മാസത്തിൻ്റെ ഹിലാല് ചന്ദ്രൻ ഹല്ല അത് പിറന്നിട്ടുണ്ട് എന്ന് ഞാൻ സാക്ഷി പറയുന്നു. ഈ രണ്ട് ലഫ്ളാണ് ഫത്തുൽ മുഇനിൽ റമദാൻ മാസത്തിൻ്റെ സുബൂത്തിന് ഖാദിയുടെ അടുക്കൽ സാക്ഷി നിൽക്കുമ്പോൾ പറയേണ്ട ലഫ്ളുകളായിട്ട് നൽകിയിട്ടുള്ളത്. വലാ യക്ഫി, മതിയാകുകയില്ല, ഖൗലുഹു അവൻ്റെ വാക്ക്, അഷ്ഹദു അന്ന ഖദൻ മിൻ റമദാന, അഷ്ഹദു ഞാൻ സാക്ഷി പറയുന്നു, അന്ന ഖദൻ തീർച്ചയായിട്ടും നാളെ, മിൻ റമദാന റമദാനിൽപ്പെട്ടതാണ് എന്ന അവൻ്റെ ഖൗല് മതിയാകുകയില്ല. അതായത് അവൻ ഖാദിയുടെ അടുക്കൽ സാക്ഷി നിൽക്കുന്ന എന്ത് വിഷയത്തിലാണ്? റമദാൻ മാസത്തിൻ്റെ ചന്ദ്രപ്പിറവി അവൻ കണ്ടിട്ടുണ്ടോ ഇല്ലേ? കണ്ടിട്ടുണ്ട് എന്നാണ് അവൻ സാക്ഷി പറയേണ്ടത്. അല്ലാതെ നാളെ റമദാനാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ഖാദിയാണ്. ഖാദി ഈ സാക്ഷി നിൽക്കുന്ന വ്യക്തിയുടെ അതിലെല്ലാം പരിഗണിച്ചുകൊണ്ട് പിന്നീട് ഖാദി സബത്ത ഇന്ധന എന്ന് പറയുമ്പോഴാണ് റമദാൻ മാസം തുബൂത്താകുന്നത്. അപ്പോൾ ഈ ആദിലായ മനുഷ്യൻ അഷ്ഹദു അന്ന ഖദൻ മിൻ റമദാന എന്ന് പറഞ്ഞാൽ അവൻ്റെ ഷഹാദത്ത് സ്വീകരിക്കുകയില്ല. വലാ യുഖ്ബലു, സ്വീകരിക്കപ്പെടുകയില്ല, അലാ ഷഹാദത്തിഹി, ഈ ഒരു ആദിലായ മനുഷ്യൻ സാക്ഷി നിൽക്കുന്നിട്ടുണ്ട്
എന്നതിൻ്റെ മേലിൽ സ്വീകരിക്കപ്പെടുകയില്ല. ഇല്ലാ ഷഹാദത്തു ആദിലൈനി, രണ്ട് ആദിലായ വ്യക്തികളുടെ സാക്ഷിയല്ലാതെ സ്വീകരിക്കപ്പെടുകയില്ല. ഒരാൾ ഖാദിയുടെ അടുക്കൽ നേരിട്ട് പോയിട്ട് ഞാൻ റമദാൻ മാസം കണ്ടു എന്ന് പറയുകയാണെങ്കിൽ ഒരാൾ ഖാദിയുടെ അടുക്കൽ പറഞ്ഞാൽ തന്നെ റമദാൻ മാസം സുബൂത്താകും. എന്നാൽ വേറൊരാൾ റമദാൻ മാസത്തിൻ്റെ ചന്ദ്രപ്പിറവി കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു എന്ന് ഖാദിയുടെ അടുക്കൽ ആരെങ്കിലും പോയി പറയുകയാണെങ്കിൽ അത് രണ്ടാളില്ലാതെ പറ്റുകയില്ല. ഇതാണ് വലാ യുഖ്ബലു, സ്വീകരിക്കപ്പെടുകയില്ല അലാ ഷഹാദത്തി, ഒരു ആദിലായ മനുഷ്യൻ റമദാൻ മാസപ്പിറവി കണ്ടിട്ടുണ്ട് എന്ന സാക്ഷി നിൽക്കുന്നു എന്നതിൻ്റെ മേലിൽ സ്വീകരിക്കപ്പെടുകയില്ല. ഇല്ലാ ഷഹാദത്തു ആദിലൈനി, രണ്ടാളുകളുടെ ഷഹാദത്തല്ലാതെ. വബി സുബൂത്തി റുയത്തി ഹിലാലി റമദാന, അപ്പോൾ റമദാൻ മാസം എങ്ങനെയാണ് സുബൂത്താകൽ എന്ന് പറഞ്ഞു. ഒന്നുകിലും ഷഅബാൻ 30 പൂർത്തിയാകണം, അല്ലെങ്കിൽ ഒരു ആദിലായ മനുഷ്യൻ ഖാദിയുടെ അടുക്കൽ ചെന്ന് ഞാൻ റമദാനിൻ്റെ ചന്ദ്രപ്പിറവി കണ്ടു എന്ന് സാക്ഷി നിൽക്കണം. രണ്ട് രൂപത്തിലാണ് റമദാൻ മാസം സുബൂത്താകുന്നത്. ഇനി വബി സുബൂത്തി റുയത്തി ഹിലാലി റമദാന, റമദാൻ മാസത്തിലെ ചന്ദ്രപ്പിറവി കണ്ടിട്ടുണ്ട് എന്ന് സുബൂത്താകൽ കൊണ്ട്, എന്തൽ ഖാദിയുടെ അടുക്കൽ സുബൂത്താകൽ കൊണ്ട്. അതെങ്ങനെ സുബൂത്താകൽ? ബി ഷഹാദത്തി ആദിലിൻ ബൈന യദൈഹി, ഖാദിയുടെ മുമ്പിൽ ഒരു ആദിലായ മനുഷ്യൻ സാക്ഷി പറയൽ കൊണ്ടാണ് അത് സുബൂത്താകൽ. അങ്ങനെ സുബൂത്താകൽ കൊണ്ട് കമാമറ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ആദിലായ മനുഷ്യൻ ഖാദിയുടെ മുമ്പ് പോയിട്ട് ഞാൻ റമദാനിൻ്റെ മാസപ്പിറവി കണ്ടു എന്ന് സാക്ഷി നിൽക്കൽ കൊണ്ടാണല്ലോ റമദാൻ മാസം സുബൂത്താകൽ. അങ്ങനെ സുബൂത്താകൽ കൊണ്ട് അതോടുകൂടെ മായ കൗലിഹി, ഖാദി പറയൽ കൊണ്ട് സബത്ത ഇന്തി, ഈ റമദാൻ മാസത്തിൻ്റെ ചന്ദ്രപ്പിറവി കണ്ടു എന്ന് ഈ മനുഷ്യൻ പറയുന്നത് എൻ്റെ അടുക്കൽ സുബൂത്തായി എന്ന് ഖാദി പറയലോടും കൂടെ യജിബു സൗമു അലാ ജമീഇ അഹ്ലിൽ ബലദിൽ മർഇ ഫീഹി, യജിബു സൗമു, നോമ്പ് നിർബന്ധമാകുന്നതാണ്. അലാ ജമീഇ അഹ്ലിൽ ബലദി, ആ നാട്ടിലെ മുഴുവൻ ആളുകളുടെ മേലിലും നോമ്പ് നിർബന്ധമാകുന്നതാണ്. എങ്ങനത്തെ നാടാണ്? അൽ മർഇ ഫീഹി, ആ നാട്ടിലാണ് ചന്ദ്രപ്പിറവി കാണപ്പെട്ടിട്ടുള്ളത്. അങ്ങനത്തെ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെ മേലും ഖാദി അത് സുബൂത്താക്കലോടുകൂടെ റമദാൻ നോമ്പ് നിർബന്ധമാകുന്നതാണ്.